അങ്ങനെ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയനും മുകേഷ് MLA കൈവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. മറ്റ് നിവൃത്തിയൊന്നും തന്നെ ഇല്ലാതെ രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് ഇനി ആകെ ബാക്കി നിൽക്കുന്നത്. ലൈംഗിക അതിക്രമ പരാതികളിലാണ് MLAയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നും സംഘർഷഭരിതമായിരുന്നു പ്രതിഷേധം. കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ MLAയുടെ ഓഫീസിന് നേരെ RYF നടത്തിയ മാർച്ചിൽ സംഘർഷമൊക്കെ തന്നെ ഉണ്ടായി. സംഘർഷത്തിലാണ് ഈ മാർച്ച് കലാശിച്ചത്. ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ചിനെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതായി കണ്ടു. പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലും ചെരുപ്പും എറിയുന്ന കാഴ്ചയുണ്ടായി. റോഡിൽ സ്ഥാപിച്ച MLA ഓഫീസിന്റെ ബോർഡടക്കം നശിപ്പിച്ചു. UDFും സമാനമായി തന്നെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മഹിളാ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഏറ്റവും ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു. ഇങ്ങനെ മുകേഷിന്റെ രാജിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും മുകേഷ് രാജിവെക്കേണ്ട എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPI CPM നേതാക്കളടക്കം ആവർത്തിച്ച് ഒരേ സ്വരത്തോടെ പറയുന്നത് ഈ വിഴുപിനിയും ചുമക്കേണ്ട ആവശ്യമില്ല, ഇത് കൂടുതൽ കല്ലേറുകൾ ക്ഷണിച്ചു വരുത്തുമെന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും MP സ്ഥാനത്തേക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും കണ്ടില്ലേ എന്നാണ് പല CPM പ്രവർത്തകരും അന്ന് അടക്കം പറയുകയെങ്കിലും ചെയ്തത്. അതിനുശേഷമുണ്ടായ അവലോകന യോഗത്തിലൊക്കെ പരാജയ കാരണം എന്ത് എന്നുള്ളത് CPM തന്നെ മനസ്സിലാക്കിയതാണ്. ഇനിയും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ വലിയ വില തന്നെയായിരിക്കും ഈ പാപഭാരം ചുമക്കുന്നതിന് കൊടുക്കേണ്ടി വരുന്നത്. ലൈംഗിക പീഡനാരോപണം നേരിടുന്ന മുകേഷ് MLA രാജിവെക്കണമെന്നും സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് സ്ത്രീപക്ഷ പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഇറക്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ചേർന്ന് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. സാറ ജോസഫ്, K അജിത, ഏലിയമ്മ വിജയൻ, KR മീര, മേഴ്സി അലക്സാണ്ടർ, ഡോക്ടർ രേഖാരാജ്, VP സുഹ്ര, ഡോക്ടർ സോണിയ ജോർജ്, വിജി പെൺകൂട്ട്, ഡോക്ടർ CS ചന്ദ്രിക, ഡോക്ടർ KG താര, ബിനിത തമ്പി, ഡോക്ടർ AK ജയശ്രീ, K ബീന തുടങ്ങിയവരുൾപ്പെടെയുള്ള 100 പേരാണ് ഈ സംയുക്ത പ്രസ്താവന ഇറക്കി സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. സിനിമാ നടനും കൊല്ലം MLAയുമായ മുകേഷ് വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ 3 സ്ത്രീകൾ മുകേഷിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായിട്ടാണ് രംഗത്ത് വന്നത്. ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷിന്റെ പേരിൽ നിലവിലുണ്ട്. അത് വീട്ടിലായിരുന്നാലും തൊഴിലിടത്തായിരുന്നാലും ഒക്കെ ആവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ് MLA സ്ഥാനമെന്ന് പറയുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ നേരിടുന്നയാളെ സർക്കാർ വീണ്ടും സിനിമാ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീകളെ തന്നെ അവഹേളിക്കലാണ്. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുകേഷ് MLA സ്ഥാനം സ്വയം തന്നെ രാജിവെക്കേണ്ടതാണ്. അദ്ദേഹം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്യാൻ സർക്കാർ തന്നെ തയ്യാറാകണം. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും സിനിമാ കോൺക്ലേവിന്റെ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യണം. അല്ലാത്തപക്ഷം MLA മുകേഷിന് കേരളത്തിലെ സ്ത്രീകളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത്. എന്നാൽ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. സ്ഥാനമൊഴിയാൻ മുകേഷിനോട് CPM തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് വിവരം ലഭിക്കുന്നത്. മുകേഷിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ സർക്കാരിനെയും CPMനെയും വലിയ വെട്ടിലാക്കുന്നുണ്ട്. കടുത്ത പ്രതിരോധമാണ് തീർക്കുന്നത്. MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ് CPI നേതാവ് ആനി രാജയും പ്രതിപക്ഷവും ഒരുപോലെ തന്നെ തുറന്നു പറയുന്നതും. പക്ഷേ MLA സ്ഥാനം നിലനിർത്തണമെങ്കിൽ മുകേഷിന് ഇനിയും ഏറെ കടമ്പകളുണ്ട്. ഈ ചെയ്തതിനോടൊക്കെ തന്നെ വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുവെങ്കിൽ പോലും അതിൽ നിന്നും വ്യക്തമായ മറുപടി സമൂഹത്തിന് നൽകാൻ കഴിയില്ല. നിരവധി ആരോപണങ്ങളാണ് മറുഭാഗത്ത് ഉയർന്നു കേൾക്കുന്നത്. ഒപ്പം തന്നെ മുൻ ഭാര്യയുടെ ആരോപണം അടക്കം ഇന്ന് വീണ്ടും ഉയർന്നു വന്ന് ചർച്ചയാവുകയാണ്. അതുകൊണ്ട് വിവാദത്തിൽ നിന്നും തലയൂരാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പാർട്ടിയും കടക്കുന്നത്. ഷാജി എൻ കരുൺ അധ്യക്ഷനായ സമിതിയിൽ മുകേഷിന്റെ സ്ഥാനം പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചിരുന്നു. സ്വയം ഒഴിയാനുള്ള നിർദ്ദേശം മുകേഷിന് ഇതിനോടകം തന്നെ പാർട്ടി നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ CPM ഒരു സമയത്ത് ഉയർത്തിയൊരു വാദമെന്ന് പറയുന്നത് സമാനമായ ആരോപണങ്ങളിൽ പ്രതിപക്ഷ MLAമാർ രാജിവെച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. നേരത്തെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിലൊന്നും രാജിവെക്കാനായി പ്രതിപക്ഷ MLAമാർ അന്ന് ഭരണപക്ഷത്തിരുന്നപ്പോൾ ഒന്നും തയ്യാറായിട്ടില്ല. ഇടത് MLAയും ആ പതിവ് തന്നെ തുടരണോ എന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രത്തിൽ നടക്കം ചോദിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ സ്വഭാവം തന്നെയാണോ ഭരണപക്ഷവും കാട്ടേണ്ടതെന്നാണ് അവിടെ ഉണ്ടാകുന്ന മറ്റൊരു വ്യാഖ്യാനം.
എന്തുകൊണ്ടാണ് മുകേഷിനെ സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും കൈവിടാൻ മടിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത്. എന്തായിരുന്നാലും ഇതിനോട് മറുപടി കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ്.